രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷമായ UDF ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പിണറായി സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾ കേരളത്തെ തള്ളിവിട്ടു എന്നതായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് ഉയർന്നുവെന്നും 6 ലക്ഷം കോടിയോളം രൂപയായി അത് വർദ്ധിച്ചുവെന്നും സാധൂകരിക്കുന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഉയരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് CPM-ഉം ഇടതുമുന്നണിയും പിണറായി സർക്കാരും സ്വീകരിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ധനസഹായം വെട്ടിക്കുറച്ചതുകൊണ്ടും വായ്പാ പരിധിയിൽ കുറവ് വരുത്തിയതുകൊണ്ടുമാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന വാദമുഖമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിനോടൊപ്പം തന്നെ വിദഗ്ധമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുവെന്നും കേരളത്തെ വികസനത്തിൽ നിന്നും വികസന കുതിപ്പിലേക്ക് നയിച്ചു എന്നുമുള്ള നറേറ്റീവും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ ഈ നറേറ്റീവുകളെല്ലാം പരാജയപ്പെട്ടതുകൊണ്ടാണ് 2026 മെയ് 4-ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ LDF സർക്കാരും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും ദയനീയമായി പരാജയപ്പെട്ടു പോയത്. UDF അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്ന സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ ധവളപത്രം ഈ നിയമസഭയുടെ ആദ്യ സമ്മേളന കാലത്തിൽ തന്നെ, ആദ്യ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VD സതീശൻ നിയമസഭയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുകടമെന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ കിഫ്ബിക്ക് സ്വന്തമായി 22,000 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് കിഫ്ബിയുടെ കണക്കുകൾ കൂടി സർക്കാരിൻ്റെ ബാധ്യതയാകും എന്ന് പറയുമ്പോൾ 5.25 ലക്ഷം കോടി രൂപയോളം സംസ്ഥാനത്തിൻ്റെ പൊതുകടമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാർ 2016 അധികാരമൊഴിയുമ്പോൾ കേരളത്തിൻ്റെ ആകെ പൊതുകടം എന്ന് പറയുന്നത് കേവലം 1 ലക്ഷം കോടി രൂപയായിരുന്നു. ഇതിൽ നിന്ന് ഏറെക്കുറെ 4 മടങ്ങ് വർധനവാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം കേരളത്തിൻ്റെ പൊതുകടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഇതിനെ അതിജീവിക്കണമെങ്കിൽ സർക്കാരിന് ഒരുപാട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി സർക്കാരും മുണ്ടുമുറുക്കി ഉറുക്കണമെന്ന് സാധാരണക്കാരോട് പറയുമ്പോഴും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോഴും അവർ യഥേഷ്ടം ദൂർത്തു തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരമൊരു നയസമീപനമായിരിക്കില്ല UDF-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 5.07 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ പൊതുകടമായും കിഫ്ബിയുടെ മാത്രം കടമായും 22,000 കോടി രൂപയും നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനവും ചെലവുകളും എങ്ങനെയാണെന്നും കൃത്യമായി ധവളപത്രം അവതരിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 77% തുകയും ചെലവഴിക്കപ്പെടുന്നത് ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണെന്നാണ് ഈ ധവളപത്രം വ്യക്തമാക്കുന്നത്. അതായത് സംസ്ഥാനത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് കേവലം 23% ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ലളിതമായി മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരു ഉദാഹരണം നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആകെ 10,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബം, അതിൽ 7,700 രൂപയും ജോലിക്കാരുടെ ശമ്പളത്തിനായും ബാങ്കിൻ്റെ പലിശ അടയ്ക്കുവാനും നീക്കിവെച്ചാൽ ആ കുടുംബത്തിൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഉദിക്കും. അതുതന്നെയാണ് കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിയും വരുമാന കണക്കുകളും ചെലവ് കണക്കുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആകെയുള്ളത് 5.25 കോടി രൂപയുടെ പൊതുകടമാണ്. അതിനു പുറമെ ആകെ വരുമാനത്തിൻ്റെ 77% ശമ്പളവും പലിശയും പെൻഷനും കൊടുക്കുവാനായി സർക്കാർ മാറ്റിവെക്കേണ്ടുന്ന സ്ഥിതിയുണ്ടാകും. അതുപോലെ തന്നെ കിഫ്ബിയുടെ ധനവിനിയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ചില ക്രമക്കേടിനെക്കുറിച്ചും ഈ ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബി 22,000 കോടി രൂപ കടമെടുക്കുമ്പോൾ ഈ കടം ആത്യന്തികമായി സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ഇത് യാഥാർത്ഥ്യമാണെന്ന് ഈ ധവളപത്രവും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വലിയ അഴിമതിയും ക്രമക്കേടും നടന്നിട്ടുണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ കടമെടുത്താൽ നൽകേണ്ടി വരുന്ന പലിശയേക്കാൾ 1 മുതൽ 1.5% വരെ അധികം കൊടുത്തിട്ടാണ് കിഫ്ബി പണം കടമെടുക്കുന്നത്. അതായത് 1 മുതൽ 1.5% വരെ സർക്കാർ നേരിട്ട് കടമെടുത്തിരുന്നുവെങ്കിൽ കുറവ് ലഭിക്കാമായിരുന്ന പലിശയാണ് കിഫ്ബിയുടെ കടമെടുപ്പിലൂടെ നമുക്ക് അധിക ബാധ്യതയായി തലയിൽ വന്ന് ചേർന്നിരിക്കുന്നത്. കിഫ്ബി എന്ന സംവിധാനത്തിൻ്റെ നിരർത്ഥകത കൂടി വ്യക്തമാക്കുന്നതാണ് ധവളപത്രം. കിഫ്ബി എന്ന സംവിധാനം
പൊതുവിപണിയിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പണം കടമെടുത്ത് ആ പണം വിനിയോഗിച്ചത് ഏതെങ്കിലും രീതിയിൽ പൊതുഖജനാവിലേക്കോ കിഫ്ബിയിലേക്കോ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികളിലായിരുന്നില്ല എന്ന് വ്യക്തമാകുമ്പോൾ ഇത് കേവലമായ ഒരു അധിക ബാധ്യതയും ധൂർത്തും കെടുകാര്യസ്ഥതയുമാണെന്ന് നമുക്ക് അരക്കിട്ടുറപ്പിക്കുവാൻ സാധിക്കും. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്നത് വികസന പദ്ധതികൾക്ക് മേൽ നിക്ഷേപിക്കപ്പെടുന്ന മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഇത്തരത്തിൽ മൂലധന നിക്ഷേപം കുറവ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്നും ഈ ധവളപത്രം പറയുന്നു. അതായത് നമുക്ക് വികസനം എന്ന ഒരു സങ്കല്പം ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഒരു തരം മൂലധന നിക്ഷേപവും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ധവളപത്രത്തിലെ ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളെക്കുറിച്ചും അത് സംസ്ഥാന സർക്കാരിനും കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിക്കും എത്തരത്തിൽ അപകടകരമാകുന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളും ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത് KSRTCയുടെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും കടങ്ങൾ തന്നെയാണ്. ഈ 2 സ്ഥാപനങ്ങളുടേതുൾപ്പെടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ ബാധ്യത എന്ന് പറയുന്നത് 78,000-ലധികം കോടി രൂപയാണെന്നാണ് ധവളപത്രം വ്യക്തമാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള ധനസഹായം ഏറ്റവും അധികം കുറഞ്ഞ നിലയിലാണ് കഴിഞ്ഞ 10 വർഷവും നിലകൊണ്ടത് എന്ന യാഥാർത്ഥ്യം കൂടി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ വരുത്തിവെച്ചത് കേരളത്തിന് സമ്പൂർണ്ണ വിനാശമുണ്ടാക്കുന്ന രീതിയിലുള്ള കെടുകാര്യസ്ഥമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെൻ്റ് ആണെന്ന് അടിവരയിട്ട് പറയുന്ന ഒരു ധവളപത്രമാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണെങ്കിലും കൃത്യമായ സാമ്പത്തിക മാനേജ്മെൻറ്റിലൂടെ ഇതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുടെ പൊൻകിരണവും ഈ ധവളപത്രം പങ്കുവെക്കുന്നുണ്ട്. ഇതിന് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം ഉപയോഗിച്ച് മറ്റു സ്ഥാപനത്തിൻ്റെ നഷ്ടം നികത്തുന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നും ഈ ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് സപ്ലൈകോയുടെയും കേരള ബിവറേജസ് കോർപ്പറേഷൻ്റെയും ലയനമാണ്. സപ്ലൈകോ എന്ന് പറയുന്നത് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ സഹായകരമാകുന്ന സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്. എന്നാൽ സപ്ലൈകോയ്ക്ക് ഇപ്പോൾ ഫലപ്രദമായി പൊതുവിപണിയിൽ ഇടപെടുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സപ്ലൈകോ അവർക്ക് സാധനം സപ്ലൈ ചെയ്തിട്ടുള്ള വിതരണക്കാർക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇപ്പോൾ നൽകുവാനുള്ളത്. മറുവശത്ത് ബിവറേജസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം മദ്യം വിറ്റ് ആയിരക്കണക്കിന് കോടി രൂപ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമാണ്. ബിവറേജസ് കോർപ്പറേഷനിലൂടെ കിട്ടുന്ന ലാഭം സപ്ലൈകോയുടെ നഷ്ടം നികത്തുവാനായി ഉപയോഗിച്ചാൽ ഫലപ്രദമായി സർക്കാരിന് പൊതുവിപണിയിലെ ഇടപെടൽ തുടരുവാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. ഇത്തരത്തിൽ പൊതുമേഖലാ സംവിധാനങ്ങളുടെ സ്ട്രാറ്റജിക് മെർജറാണ് നമ്മളുടെ ധനകാര്യ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒറ്റമൂലിയായി ഈ ധവളപത്രം ശുപാർശ ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്സിഡി സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് പകരമായി ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും ഇവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം KSEBക്ക് സർക്കാർ സബ്സിഡി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ധനസഹായമായി നൽകുവാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ആത്യന്തികമായ പ്രയോജനം എന്ന് പറയുന്നത് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താക്കൾക്കും ലഭിക്കുന്നില്ല. നേരെ മറിച്ച് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഈ സ്ഥാപനം കൂപ്പുകുത്തുമ്പോഴും അവിടെ നാട്ടിലെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ശമ്പള വർധനവ് നടത്തിക്കൊണ്ട് യൂണിയനുകൾ കൊടികുത്തി വാഴുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സബ്സിഡിയായി നൽകുന്ന പണം ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കുവാനും അനധികൃതമായ ശമ്പള വർധനം പോലുള്ള ആനുകൂല്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കുവാനും അത് കസ്റ്റമേഴ്സിന് നേരിട്ട് കൈമാറുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സംവിധാനത്തിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശവും ഈ ധവളപത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടമെടുത്ത് മാത്രം മുൻപോട്ട് പോയ ഒരു സർക്കാരാണ് എന്ന് മാത്രമല്ല, കടമെടുത്ത് ദൂർത്തടിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ അപ്പാടെ തകരാറിലാക്കിയ ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2016 മുതൽ 2026 വരെ കേരളത്തിൽ ഭരണം നടത്തിയ സർക്കാർ എന്ന് ഈ ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ സാമ്പത്തിക മാനേജ്മെൻറ്റിലൂടെയും സ്ട്രാറ്റജിക് മെർജറിലൂടെയും അതുപോലെ തന്നെ ധൂർത്തൊഴിവാക്കിയും സംസ്ഥാനത്തിന് തിരികെ വരുവാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയും ധവളപത്രം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയും ധൂർത്തും വ്യക്തമാക്കുന്ന ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ധവളപത്രത്തിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.